യേശു തന്റെ ശുശ്രൂഷ ആരംഭിച്ചത് എവിടെയാ? ഗലീലയിൽ. ഇസ്രായേലിൽ ഗലീല എന്ന് പറഞ്ഞൊരു സ്ഥലം മാത്രമേ ഉള്ളൂ? അല്ല. പിന്നെ എന്താ? യേശു കർത്താവ് ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണ വീട്ടിൽ ചെന്ന് ആദ്യത്തെ അത്ഭുതം ചെയ്ത് തന്റെ പ്രവൃത്തി ആരംഭിച്ച്. ഇപ്പൊ ഈ കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളുണ്ട്, അട്ടച്ചാക്ക് മാത്രമേ ഉള്ളൂ. എത്രയോ സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഒന്ന് ഓർക്കുക, കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോ കേരളത്തിലായിരുന്നു ജനിച്ചു വളർന്നതെങ്കിൽ യേശു ആദ്യം വന്ന് ശുശ്രൂഷ ചെയ്തത് അട്ടച്ചാക്കിലാണെന്ന് ഓർത്ത് നോക്കി. ഒരു ചിന്തയ്ക്ക് വേണ്ടി പറഞ്ഞ, ഇതുപോലെ ഇസ്രായേലിൽ എത്രയോ സ്ഥലമുണ്ട്. പിന്നെ എന്താ യേശു ആദ്യം ഗലീലയ്ക്ക് പോയേ? കാരണം പ്രവാചകനായ യെശയ്യാവിലൂടെ ഉണ്ടായ ഒരു പ്രവചനത്തിന്റെ നിവർത്തീകരണമായിരുന്നു അത്. ആ പ്രവചനത്തിനകത്ത് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 14, 15, 16 വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെബുലൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇങ്ങനെ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ നിഴലിൽ ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തിരം അരുളി ചെയ്തത് നിവർത്തിയായി യേശുവിലൂടെ. ഹല്ലേലൂയ. നാട് നന്നാക്കാൻ, ദേശം നന്നാക്കാൻ ഇനി നിങ്ങൾ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും ക്രിസ്തുവാകുന്ന പ്രകാശം ഹൈമാക്സ് ലൈറ്റ് എല്ലാ ജംഗ്ഷനിൽ വെച്ചാലും, പ്രൈസ് ദി ലോർഡ്, ഇവിടെ മുഴുവൻ ട്യൂബ് കത്തിച്ചാലും, ഇവിടെ ഇനി എന്തെല്ലാം പരിപാടികൾ നടത്തിയാലും ക്രിസ്തുവാകുന്ന വെളിച്ചം വെളിപ്പെടാതെ ഇരുട്ട് മാറുകയില്ല. എന്തിരുട്ടാണ്? പാപത്തിന്റെ ഇരുട്ട്, രോഗത്തിന്റെ ഇരുട്ട്, ശാപത്തിന്റെ ഇരുട്ട്, തിന്മയുടെ ഇരുട്ട്, നരകത്തിന്റെ ഇരുട്ട്. ഞാൻ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുകയാണ്. പാസ്റ്ററേ, നരകമായി പോയതിന്റെ കാരണം എന്നാന്നറിയാവോ? നരകം ഇരുട്ടായി പോയതിന്റെ കാരണം അറിയാവോ? നരകമായി പോയതിന്റെയും നരകം ഒരു ഇരുട്ടായി പോയതിന്റെയും കാരണം യേശുവിന്റെ ആബ്സെൻസ് ആണ്. സ്വർഗമായിരിക്കുന്നതിന്റെയും സ്വർഗം വെളിച്ചമായിരിക്കുന്നതിന്റെയും കാരണം എന്നാണെന്നറിയോ? യേശുവിന്റെ പ്രസൻസ് ആണ്. കാരണം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 23 മുതൽ 25 വരെയുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നഗരത്തിൽ പ്രകാശിക്കാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവതേജസ് അതിനെ പ്രകാശിപ്പിച്ചു. താഴത്തെ വാക്യം, കുഞ്ഞാട് അതിൽ വിളക്കായിരുന്നു. ഒന്ന് കൈകൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞേ. കുഞ്ഞാട് അതിൽ വിളക്കായിരുന്നു. നരകം ഇരുട്ടായി പോയതിന്റെ കാരണം യേശു നരകത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. സ്വർഗം വെളിച്ചമായിരിക്കുന്നതിന്റെ കാരണം യേശു സ്വർഗത്തിൽ ഉള്ളത് കൊണ്ടാണ്. നിന്റെ ജീവിതം ഒരു നരകമായി പോയതിന്റെ കാരണം നിന്റെ ജീവിതത്തിൽ യേശു ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ചിലർ സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്നതിന്റെ കാരണം ക്രിസ്തു അവരിൽ വന്നതുകൊണ്ടാണ്. അത് അനുഭവിക്കുന്നവർ ഒന്ന് കരമടിച്ച് കർത്താവിന് ഇന്ന് രാത്രിയിൽ നന്ദി പറഞ്ഞാട്ടെ. ആ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിൽ, അനുഭവിച്ചവർ ഇന്ന് രാത്രിയിൽ ജീവനുള്ള ദൈവത്തിന് നന്ദി പറയാൻ എത്ര പേർ തയ്യാറാകും? അട്ടച്ചാക്ക് ദേശമേ, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല.